പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 20 മുതൽ 21 വരെ തിരുവചന ഭാഗങ്ങൾ. അങ്ങയുടെ ജനത്തിന് ദൈവദൂതന്മാരുടെ അപ്പം അങ്ങ് നൽകി. അവരുടെ അധ്വാനം കൂടാതെ തന്നെ ഓരോരുത്തർക്കും ആസ്വാദ്യമായ വിധം പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് അവർക്ക് അങ്ങ് നൽകി. അങ്ങ് നൽകിയ വിഭവങ്ങൾ അങ്ങയുടെ മക്കളുടെ നേരെ അങ്ങേക്കുള്ള വാത്സല്യം പ്രകടമാക്കി. ഭക്ഷിക്കുന്നവൻ്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെട്ടു. മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഇസ്രായേൽ ജനത്തിന് മന്നായാകുന്ന ദൈവദൂതന്മാരുടെ അപ്പം നൽകിയ കർത്താവിൻ്റെ പരിപാലനയാണ് ഈ തിരുവചനത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ദൈവം അവർക്ക് നൽകിയ ഈ മന്നായാകുന്ന അപ്പം ഭൂമിയുടെ അപ്പമായിരുന്നില്ല, സ്വർഗത്തിൽ നിന്നുമുള്ള അപ്പമായിരുന്നു. എന്നാൽ ഈ മന്നായ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് ഭക്ഷിക്കുന്നവൻ്റെ രുചിക്കൊത്ത് രൂപാന്തരപ്പെട്ടു. ആരാണോ മന്ന ഭക്ഷിച്ചത് അവരുടെ രുചി അനുസരിച്ചാണ് ഈ മന്നായ്ക്ക് രൂപമാറ്റം സംഭവിച്ചത്. പഴയ നിയമത്തിലെ സ്വർഗീയ അപ്പമായ മന്ന പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമായ പരിശുദ്ധ കുർബാനയായി മാറി. ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമാകുന്ന പരിശുദ്ധ കുർബാന. മന്നായ്ക്കുണ്ടായിരുന്ന അതേ പ്രത്യേകത തന്നെ പരിശുദ്ധ കുർബാനയിലും നമുക്ക് അനുഭവിച്ച് അറിയുവാൻ സാധിക്കും. നമ്മുടെ രുചിക്കൊത്താണ് പരിശുദ്ധ കുർബാനയും നമ്മളിൽ രൂപാന്തരം പ്രാപിക്കുന്നത്. നമ്മളിൽ 2 തരത്തിലുള്ള രുചികൾ ഉണ്ടാകാം: ലൗകികമായ രുചിയും ആത്മീയമായ രുചിയും. അന്ത്യത്താഴ സമയത്ത് ഈശോ നൽകിയ ജീവന്റെ അപ്പം സ്വീകരിച്ച യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ യൂദാസിൻ്റെ രുചിക്കനുസരിച്ചാണ് അവൻ സ്വീകരിച്ച ജീവന്റെ അപ്പം രൂപാന്തരം പ്രാപിച്ചത്. അവനിൽ നിറഞ്ഞു നിന്നിരുന്നത് ലൗകികമായ രുചിയായിരുന്നു. ഈ രുചിയോടുകൂടെ ഈശോയുടെ അപ്പം സ്വീകരിച്ച യൂദാസിൽ സാത്താനാണ് പിന്നീട് പ്രവർത്തിക്കുന്നത്. എന്നാൽ ആത്മീയമായ രുചിയോടുകൂടെ ഈശോയുടെ ജീവന്റെ അപ്പം സ്വീകരിച്ചവരെല്ലാം ആ ആത്മീയ രുചിക്കൊത്ത് രൂപാന്തരപ്പെട്ടു. അത് അവരെ നിത്യജീവനിലേക്ക് നയിക്കുന്ന വിരുന്നായി മാറി. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ ഏത് രുചിയാണ് നമുക്കുള്ളതെന്ന് ഒന്ന് പരിശോധിക്കാം. ഞാൻ ഇത്രയും നാളും ഈശോയെ സ്വീകരിച്ചത് ആത്മീയ രുചിയോടുകൂടെ ആയിരുന്നോ? നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കൊടുക്കാം. അനുദിനം ആത്മീയമായ രുചിയോടുകൂടെ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആകുന്ന പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള കൃപ നമ്മളിലും കുടുംബാംഗങ്ങളിലും എപ്പോഴും നിറയപ്പെടട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.